അസ്സലാമലൈക്കും. ക്രിസ്മസ് വെക്കേഷൻ ആയപ്പോൾ മോൻക്കൊരേ നിർബന്ധം നമ്മളെ ബീച്ചിൽ കൊണ്ടുപോകണം എന്നുള്ളത്. വേറെ എവിടെയും കൊണ്ടുപോയില്ലല്ലോ ഇപ്രാവശ്യം എന്ന് പറഞ്ഞ് മോനും കരഞ്ഞ് ചെറിയ വാശിയൊക്കെ കാട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും നമുക്ക് ബീച്ചിൽ പോവാം, എന്തായാലും വെക്കേഷനല്ലേ. പണിത്തിരക്ക് കാരണം നമുക്ക് എവിടെയും പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്ത് ചെറുവണ്ണൂരൊക്കെ കഴിഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു കോഴിക്കോട് ബീച്ചിലോട്ട്. അപ്പോൾ മോനെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇതൊക്കെ മേടിക്കണം, അവിടെ കാണണം, എന്തൊക്കെ അങ്ങനെ അവനിങ്ങനെ വർത്താനം പറയണതിൻ്റെ ഇടയിൽ മോൻ പറഞ്ഞു നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റൊക്കെ ഇട്ടിക്കണ് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടെന്ന്, അത് പോയി കാണിപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഫാമിലിയും കൂടി എന്താക്കി നേരെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ച്. അങ്ങനെ നമ്മൾ കല്ലായൊക്കെ കഴിഞ്ഞ് കുറേ എത്തി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വലത്തോട്ട് തിരിഞ്ഞു. അപ്പോഴത്തൊക്കെ റോഡൊക്കെ നല്ല തിരക്കാണ് റോഡൊക്കെ. കാരണം ക്രിസ്മസ് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേലും കൂടുതൽ തിരക്കാണ്. അപ്പോൾ നേരെ നോക്കുമ്പോൾ മിഠായിത്തെരുവിൻ്റെ ആ ഭാഗത്ത് ഫുള്ള് ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ റൈറ്റ് കട്ട് ചെയ്ത് പാളയം വഴി മാനാഞ്ചിറ സ്ക്വയറിൽ പോകാനായിട്ട് അങ്ങനെ ഏകദേശം അവിടെ എത്താറായപ്പോൾ നല്ല തിരക്ക്. ബൈക്കൊക്കെ വെക്കാനുള്ളൊരു സ്ഥലം പോലും കാണുന്നില്ല. അങ്ങനെ കിട്ടിയൊരു സ്ഥലത്ത് ബൈക്ക് ഞാൻ പാർക്ക് ചെയ്ത് നടന്നു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്ത് നടന്നു നോക്കുമ്പോൾ അവിടെ ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്കാണ്. എൻട്രൻസിലൊക്കെ ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ ആ ലൈറ്റിങ്സൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നി. കാരണം അത്ര ആൾക്കാർ, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്രാവശ്യം. ലൈറ്റ് കാര്യങ്ങൾ, ഗ്ലോബുണ്ട്, ഒരു പിരമിഡ് ഉണ്ട്, പിന്നെ അവിടെ ബിയറിന് ഉണ്ടാക്കി വെച്ചിരിക്കണ്, പിന്നെ ഒരു പാവയുണ്ട്. ആ പാവയുടെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങോട്ട് ഒരു ഫുട് പാത്ത് പോലെ ഇങ്ങനെ നടന്നു പോയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചിങ്ങനെ വരാം. പിന്നെ 2025 ലൈറ്റ് ഫിറ്റിങ്സ് കൊണ്ട് എഴുതി വെച്ചിരിക്കണ്. പിന്നെ നടവഴിയിലൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ ചെറിയ മ്യൂസിക് അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ഗാനമേള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മരത്തുമ്മലൊക്കെ ഇത് കണ്ടോ, അത് പല കളറിലുണ്ട് കേട്ടോ. പല കളറിൽ അവിടെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കണം, ലൗച്ചിന് ഉണ്ടാക്കി വെച്ചിരിക്കണം. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ കുറേ നടന്നപ്പോൾ മോനക്കൊക്കെ കാലുവേദന എടുക്കണം പറഞ്ഞപ്പോൾ നമ്മളവിടെ ജസ്റ്റ് നിന്ന് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെയും കുറച്ച് നേരം നമ്മൾ നടന്ന് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കുറേ ആൾക്കാരുണ്ട്, നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരൊക്കെ കണ്ട് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. നിങ്ങളും മാക്സിമം നിങ്ങൾ പറ്റിയാൽ നിങ്ങൾ സ്ക്വയറിൽ എത്തിച്ചേരാം. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. എല്ലാം കാണാൻ ലൈറ്റ് ഫിറ്റിങ്സ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എനിക്ക് നല്ല ഇഷ്ടമായിക്കിന്, എൻ്റെ മക്കൾക്ക് നല്ലോണം ഇഷ്ടമായിക്കിന്. അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റിയാൽ ഇപ്പോൾ ഒരു വിവരം കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് MT വാസുദേവൻ സാറ് മരിച്ച തന്നെ 2 ദിവസത്തേക്ക് ഒഫീഷ്യലി ഒരു എല്ലാ പരിപാടികളും നിർത്തി വെച്ചിരിക്കണമെന്നൊരു വിവരം കിട്ടിയിരിക്കുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് ആരും പോകണ്ട. 2 ദിവസം അവിടെ എന്തായിരിക്കും, അടവായിരിക്കും മിക്കവാറും. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിടുന്നാണ് അറിഞ്ഞത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നും നാളെയും കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ ദിവസം പോയിക്കോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ പാവയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് പുറത്തിറങ്ങി പിന്നെയും കറങ്ങി ഇങ്ങനെ വരണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ യാത്ര ആവണം ഇവിടെ നിന്ന്.